അവനെ എൻ്റെ പുള്ള ഗൾഫിൽ നിന്ന് അയച്ചെന്ന പൈസ എടുത്ത് വെച്ച് ഒരു ആനയും ഒരു കുരങ്ങനെയൊക്കെ ഇവിടെ ചെയ്ത് വെച്ച് എനിക്ക് ഇപ്പൊ ഒരു സംശയം. ഈ കുരങ്ങൻ ആനയും എനിക്ക് നോക്കുമ്പോ എന്നെ ആക്കയാണോ കൊണ്ടൊരു സംശയം. മാമ ഈ തിരുമല രായനെ കുളിപ്പിച്ച് കഴിഞ്ഞെങ്കിലേ അങ്ങോട്ട് മാറ്റി കെട്ടിട്ട് ചായ കുടിച്ച്. തിരുമല രായന മാമൻ അറിഞ്ഞൂടെ? നിന്റെ റാമേട്ട് ഇട്ടിരിക്കുന്ന പേരാണ് തിരുമല രായൻ. അവയിലും ഇതുപോലെ ഒരു സാധനം ഒറിജിനൽ ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നല്ലേ? ഒറിജിനൽ കൊണ്ടൊന്നും മക്കൾ എന്തിനു പറഞ്ഞത്? നമ്മളെ കുടുംബത്തിലെ അമ്മാവിന് ഇതുപോലെ ഒരു ആന ഉണ്ടായിരുന്നു. എന്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് മറ്റേ മോനിന്റെ കഥയല്ലേ? അതല്ല, പിന്നെ ഇത് ഒറിജിനൽ ആന. പിന്നെ ആനയുടെ പേരെന്തെന്നറിയാം? എന്തോ കാട്ടാക്കട കിഷൻ. ഓ മാസ പേര്. പിന്നെ അപ്പൊ അമ്മാവ് എവിടെ നിന്നുണ്ട്? എടാ കിഷാ വിളിക്കും. കാറുമാട്ടി കുടുങ്ങി വരും. അനുസരണ ഉണ്ടല്ലേ? ഇവിടെ വന്ന ഉടനെ കാലെടുത്ത് ഇങ്ങനെ പൊക്കി വെച്ചു കൊടുക്കും. അമ്മാവൻ ചാടി മോളിൽ കയറും. മോളിൽ കയറി പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. അവനെ അറിയാൻ പോണ സ്ഥലം. അമ്മാവനെ ബീഡി വാങ്ങിക്കാൻ. ബീഡി വാങ്ങിക്കാൻ ആനയുടെ മുകളിൽ ഒന്ന് പോവാ. നീ എന്തിനു വിചാരിച്ച അമ്മാവനെ പറ്റി? സകല സാധനവും വീട്ടിലെ എല്ലാ സാധനവും ആനപ്പുറത്ത് വെച്ചാണ് അമ്മാവൻ കൊണ്ടുവരുന്നത്. അത് മാത്രമോ നമ്മുടെ പരിസരത്തുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലേ, അതുങ്ങളൊക്കെ പിടിച്ച് ആനപ്പുറത്ത് കയറ്റി ഇങ്ങനെ ഒരു റൗണ്ട് അടിച്ച് വരും. പിന്നെ ഭയങ്കരല്ലേ. അങ്ങനെ വലിയ ആന കുടുംബമായിരുന്നു നമ്മളെ കുടുംബം. ഇപ്പോഴും വേണമായിരുന്നു കേട്ടാ. തിരുവാതിര ശിവരാത്രിക്ക് കുടിയാനാളെല്ലാം കൂടെ നിരത്തി ഒരു തിരുവാതിര ഉണ്ട്. ഓ വിളക്ക കത്തി വെച്ചിട്ട് എന്റെ ചിന്നു എനിക്ക് ഒരു ഭാര്യയുള്ളൂ. അതിനെ തള്ളി അങ്ങ് അപ്പുറം ജംഗ്ഷനിൽ കൊണ്ടുവിട്ടല്ലേ എനിക്ക് ആരും തരും. ഞാൻ ഒരു തള്ളും തള്ളിയില്ല. ആന എന്തിന് ഇപ്പോൾ കളിക്കും? എന്റെ അറിവില് എന്റെ അറിവില് ഒരു തുപ്പിട്ട് സംസാരിക്കും. പശു ഉണ്ടായിരുന്നു. പശു പിഴിഞ്ഞ ഒരു അര ഗ്ലാസ് പാല് കിട്ടും. അത് രണ്ട് തുള്ളി വെച്ച് എല്ലാ മക്കൾക്കും കൊടുക്കുക. അല്ലാതെ ആ നാട്ടിലൊക്കെ നിയമം നമ്മളെ വീട്ടിൽ വലിയൊരു ആടുണ്ടെന്നാണ് സംഭവം. പശുവായിരുന്നു. മക്കളെ നോക്ക്, ഈ സമയത്തെന്തല്ലേ ഈ പീറ്റ ചെറുകനെ ജനിച്ചിട്ടില്ല. ജനിച്ചതോടെ അപ്പൊ ഈ തള്ളു ഇങ്ങോട്ട് തള്ളണത്. ചായ എടുത്തോ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഇന്നത്തതിന്റെ വിശേഷം എന്താണ്? എന്തിനാ പറ. ഇതേ ഞാൻ എടുക്കും മാമ ഗ്ലാസ്. എനിക്കിതൊന്നും കേട്ടിരിക്കാനുള്ള ശക്തിയില്ലേ. ഇന്നത്തെ ആന ദിനു നോക്ക്. ആണുങ്ങളായി പിറന്നു കഴിഞ്ഞാൽ പുളുകടിച്ചെന്നല്ല, അവന് ആ ദിവസം ഇതേപോലത്തെ 2 പുളുവെങ്കിലും ഡെയിലി അടിക്കണം. അതൊക്കെ പോട്ടെ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ? അവന് ഓർമ്മ പുല്ലൊന്നും ഇല്ല. അവന് ഓർമ്മയിരിക്കണം. മാമ പറഞ്ഞു കൊടുക്കല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞില്ല, മാമന് പറയാൻ പോണില്ല. മനസ്സിനായി പറഞ്ഞു കഴിഞ്ഞാ നീ ആണായിട്ട് പറഞ്ഞ അതാണ് പോയിന്റ്. അതാണ് ഈ ദിവസം ഒരിക്കലും പറഞ്ഞു. എനിക്കറിയാം ആണായിട്ട് പറഞ്ഞവനാണെങ്കിൽ എന്റെ പൊന്നെ എങ്ങനെ മക്കളെ പിന്നെ സഹിക്കുന്നത്? അത് തന്നെ ഇപ്പൊ എന്റെ അടുത്ത് നീ പോടെ, എന്റെ മുമ്പേക്കാ പോ. ഞാൻ പണി ചെയ്തിട്ട് പോ. പോ, ഇവിടെ കുറച്ച് പണിയുണ്ട്. എന്ന് കയറിക്കോടെ. ഇപ്പൊ അവള് നിനക്ക് ചവയ്ക്കാത്താരി വെട്ടി പുറന്ന് തിന്നായി. പോ പിങ്കി, വേഗം ആട്ടോ കേട്ടോ, നമുക്ക് പെട്ടെന്ന് പോണേ. എന്നാലും അപ്പച്ചിയുടെ ഒരു അവസ്ഥയെ വേറെ എല്ലാവർക്കും അപ്പച്ചിയുടെ ദിവസത്തെ പ്രത്യേകത ഓർമ്മയുണ്ട്. പക്ഷെ പൊട്ട അങ്കിളിന് മാത്രം അതെപ്പോഴും അങ്ങനെ ആടി പിങ്കി. അങ്ങേർക്കേ ഈ സിനിമാ ഡേറ്റിന്റെ ഓഡീഷന്റെ ഒക്കെ ഓർത്ത് പോകാൻ അറിയാമേ. ഇങ്ങനെ ഒരു കാര്യം മാത്രം അങ്ങേർക്ക് ഒട്ടും ഓർമ്മയില്ല. അങ്ങനെ ഓരോ പീരീഡിലും ഓരോ ഭ്രാന്താണ് അങ്ങേർക്ക്. ഒരു 5 മാസം മുന്നേ മൊത്തം പെറ്റ്സിന്റെ ഭ്രാന്തായിരുന്നു. അപ്പൊ എന്താ, ജർമ്മൻ ഷെപ്പേർഡ് വേണം, പെർഷ്യൻ ക്യാറ്റ് വേണം, ആഫ്രിക്കൻ തത്ത വേണം. അതിനൊരു 2 മാസം മുന്നേ ഫുൾ വണ്ടി ഭ്രാന്ത്, ബൈക്ക്, കാർ, അങ്ങനെ കണ്ട. ഇനിയിപ്പോ സിനിമ ഭ്രാന്ത് പിടിച്ചു വെച്ചേക്കുവാ. എന്തോന്ന് പറയാ, എന്റെ തലവിധി. ഇങ്ങനെ ഓർക്കോ എന്തോ അല്ലേ? ഞാൻ പോയി പറയട്ടോ. വേണ്ട പിങ്കി, നമുക്ക് നോക്കാം. അങ്ങനെ ഓർക്കോന്ന് അറിയണമല്ലോ.
മക്കളെ എന്ത് പായസം ഉണ്ടാക്കണ്ടേ? കടലപ്രഥമനോ അടപ്രഥമനോ പാൽപ്പായസോ പറ. അമ്മ എന്തിനാ അമ്മ ഈ വയ്യാതെ ഓരോന്നും ഉണ്ടാക്കാൻ പോണേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനും പിങ്കിയില്ലേ, നമ്മൾ രണ്ടുപേരും കൂടെ അങ്ങ് ഉണ്ടാക്കി. അവിടെ ഞാനെല്ലാം നോക്കിക്കോളാം. നിങ്ങൾക്ക് എന്തോ ഗിഫ്റ്റ് വയ്ക്കാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അതൊക്കെ വാങ്ങിച്ചോണ്ട് പോവാ. അപ്പഴത്തേ ഞാനിതെല്ലാം റെഡിയാക്കി വെക്കാം. ഓക്കെ ശരി. പാൽപ്പായസം എന്നിട്ട് പിങ്കി നിനക്ക് പായസം ഉണ്ടാക്കാൻ അറിഞ്ഞൂടായിരുന്നു? എനിക്കറിഞ്ഞൂടാ. അതിനാണോ നീ തോണ്ട് തോണ്ടിയത്? പോവാം.